നമസ്കാരം. പ്രകൃതിയും മനുഷ്യനും ദൈവചൈതന്യവും ഒന്നായി ഭവിക്കുന്നിടത്ത് മാത്രമേ മനുഷ്യ ജീവിതം സുഖപ്രദമാവുകയുള്ളൂ. ഇതാണ് ഭാരതീയ ദർശനം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശിഥിലവും അധർമ്മപൂരിതവുമാകുമ്പോൾ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകർന്ന് മനുഷ്യ ജീവിതം ശിഥിലമാവുന്നു. മനുഷ്യജീവനോ ജന്തുജീവനോ സസ്യജീവനോ ഹാനികരമാവുന്ന തരത്തിൽ ജലം, മണ്ണ്, വായു എന്നിവയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് പരിസ്ഥിതി മലിനീകരണം. പ്രകൃതിയും മനുഷ്യനും ഹിതകാരികളായി വർദ്ധിച്ചാൽ മാത്രമേ ശ്രേയസ് ഉണ്ടാവൂ. ഇത് നമ്മുടെ എല്ലാ പുരാണ കൃതികളിലും കാണുവാൻ കഴിയുന്ന ഒരു നഗ്ന സത്യമാണ്. പ്രകൃതിയും മനുഷ്യനും ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ വർദ്ധിക്കുന്ന ഒരു ചിത്രമാണ് കാളിദാസ മഹാകവിയുടെ ശാകുന്തളത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പരിഷ്കാരങ്ങളിൽ ഭ്രമിച്ച് കൃത്രിമ സുഖങ്ങളിൽ മുഴുകിക്കഴിയുവാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യൻ പരിസ്ഥിതി മലിനീകരണത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയോ ആപത്തുകളെ പറ്റിയോ ചിന്തിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വ്യക്തമായ ശക്തമായ ഉദാഹരണങ്ങളാണ് 2018-19 കാലത്തെ പ്രളയം മുതൽ ഇന്ന് ചൂരൽമല മുണ്ടക്കയത്തുണ്ടായ ഉരുൾപൊട്ടൽ വരെയുള്ള കാര്യങ്ങൾ. പ്രിയരെ, യഥാർത്ഥ പരിസ്ഥിതി സ്നേഹികൾ കർഷകരാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും മറ്റുമായി കർഷകർ ഒഴുകിയത്ര വിയർപ്പൊന്നും ഒരു പരിസ്ഥിതിവാദിയും ഒരു വനംവകുപ്പുകാരനും അവരുടെ ആയുസ്സിലത്രയും ഒഴുകിയിട്ടില്ല എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് നാടും വീടും കരുപിടിപ്പിച്ച നമ്മുടെ പൂർവീകരുടെ ഹൃദയസ്പന്ദനം ഇന്നും തുടിക്കുന്ന ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുവാനുള്ള കർഷകരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു പൈശാചിക മുഹൂർത്തമാണ് ഇത്. കുഴിബോംബ് വിതറിയ യുദ്ധഭൂമിയിലൂടെ നടക്കുന്നതിനേക്കാൾ കരുതൽ വേണം ഇന്ന് കർഷകന് തന്റെ കൃഷിഭൂമിയിലേക്ക് കാലുകൾ എടുത്തു വെക്കുമോ. അവിടെ വെടിയുണ്ട പോലെ ചീറി വരുന്നത് ആനയാവാം, കടുവയാവാം, കാട്ടുപന്നിയാവാം. അന്നമുട്ടുന്ന കർഷകന്റെ ചിതറിത്തെറിക്കുന്ന രക്തവും മാംസവും ഇന്ന് വന്യജീവിക്ക് ആഹാരമായി മാറിയിരിക്കുന്നു. തന്റെ അച്ഛന് സംഭവിച്ചത് ഇനി മറ്റാർക്കും ഉണ്ടാവരുതെന്ന് ചങ്കുപൊട്ടി പറഞ്ഞ അജീഷിന്റെ മകളുടെ രോദനം ഇന്നും ആരുടെയും ചെവിയിലെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും കർഷക പീഡനങ്ങളും പരിസ്ഥിതി ദുരന്തങ്ങളും നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്നത്. പ്രിയരെ, 10 പുത്രന്മാർക്ക് സമം ഒരു വൃക്ഷമെന്ന് പഠിപ്പിച്ച ശാർങ്ങധരൻ ഒരു ഭാരതീയനായിരുന്നു എന്ന് പറയുവാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? പ്രപഞ്ച ജീവിതഘടന സമീകൃതമായ ഒരു സമ്പത്താണ്. കൃത്യമായും മധുരമായും ചിട്ടപ്പെടുത്തിയ ഒരു സംഗീത ശില്പം പോലെ പ്രകൃതി അതിലെ ജീവജാലങ്ങൾക്ക് ജീവിത സുഖം നൽകുന്നു. അറിഞ്ഞും അറിയാതെയും നാം പരിസ്ഥിതിയുടെ ജീവിതഘടന തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ആപത്ത് വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് ലോക മനസാക്ഷി ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഒന്നായി പോരാടുക. നന്ദി, നമസ്കാരം. ഇനിയൊരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും. റാൻസ് അക്കാദമി CA, ACCA, CMA India, USCMA കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം. വിജയമുറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് 1 മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും. റാൻസ് അക്കാദമി, മട്ടന്നൂർ.